നമ്മൾ ആ del is equal to എന്ന് പറഞ്ഞാൽ തോന്നുന്നു ലാസ്റ്റ് എടുത്ത് എഴുതിയത്. ഇതും കൂടെ വേണമെങ്കിൽ എടുത്ത് ഒരു ഇതിട്ട് വെച്ചു r1 plus r2 is equal to a എന്നും അതേപോലെ തന്നെ i1 plus i2 is equal to a plus del എന്നും കൂടെ എഴുതി വെച്ചിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ട് അഭിനവല്ലേ കയറി അഭിനവ്. സാറേ അഭിനവ് ഇപ്പൊ വരുമോ സാറേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇതും കൂടെ എഴുതി വെച്ചേക്കുക. എന്നിട്ട് അടുത്ത ഹെഡിങ് എഴുതിക്കുക ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇന്നത്തെ ടോപ്പിക് അതാണേ. സാറേ വന്നു. വന്നോ അഭിനവ്? വന്നല്ലോ സാറേ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? അതായത് മിസ്സായിരുന്നു. അന്ന് എഴുതിയ ഡെറിവേഷനകത്ത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. നമ്മൾ വേറെ രീതിയിലാണ് ഡെല്ലിന്റെ ടേംസിലാണ് നമ്മൾ എഴുതിയത്. ഏതാണ്ട് ഇതും കൂടെ എഴുതിയിട്ട് അത് സ്ക്വയർ ബ്രാക്കറ്റിനകത്താക്കി വെച്ചിട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സാർ. അപ്പൊ നോക്കിയോ, അപ്പൊ അതിനകത്ത് ഒന്നാമത്തേത്, അതായത് ഒന്നെന്ന് എഴുതിയിട്ട് ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഒന്നാമത്തെ ഫാക്ടർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇത് മനസ്സിലായിക്കോണം. അതായത് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഇത് വരയ്ക്കണ്ട, ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയാണ്. ഞാൻ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഞാനൊരു 30 ഡിഗ്രിയിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിങ്ങനെ വന്നു. ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് ഡെൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു 40 കിട്ടിയെന്ന് വിചാരിക്കാം. വീണ്ടും അടുത്ത ഇതിനകത്ത് ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഞാൻ കൂട്ടി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 എന്നുള്ളത് ഞാനൊരു 40 ആക്കി. 30 എന്നുള്ളൊരു 40 ആക്കി. അപ്പം ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു. ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞൊരു 35 ആയെന്ന് വിചാരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, വീണ്ടും ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി ഒരു 45 ആക്കി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ആയെന്ന്, ഡീവിയേഷൻ 30 ആയെന്ന് വിചാരിച്ചു. പിന്നീട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ 50 ആക്കിയപ്പോഴും ഇത് വീണ്ടും താഴെ പോകുന്നില്ല. പിന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടുകയാണ്. അതായത് 32 ആയി. പിന്നെ ഞാൻ 60 ആക്കിയപ്പോൾ 37 ആയി. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ ആദ്യം ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയുകയും ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ വാല്യൂയിൽ അത് മിനിമം ആവും. അതായത് ഇവിടെ നമ്മൾ 45 ഡിഗ്രിയിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ 30 കിട്ടി. പിന്നീട് കണ്ടോ, പിന്നീട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ആക്കിയപ്പോൾ 30 താഴെ പോയില്ല, 30 കൂടി 32 ആവുക ചെയ്യുന്നത്. അപ്പം വേണ്ട, ഈ ഡീവിയേഷന്റെ വാല്യൂവിനെ നമ്മൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നായിരിക്കും വിളിക്കുന്നത്. അതായത് ആംഗിൾ ഓഫ്, അത് നമുക്ക് എഴുതാം. അതെങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട നോക്കിക്കോളൂ. അതായത് as angle I decreases, as angle I increases, comma del എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, del first increases, del first decreases and reaches a minimum value, then increases. That minimum value of deviation
deviation is called angle of minimum deviation, angle of minimum deviation, angle of minimum deviation. അതിനെ del m എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക, del m. ഈ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന്റെ കേസിൽ എന്താവും അറിയാമോ? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന്റെ കേസിൽ അതായത് ഇങ്ങനെ എഴുതാം, അതായത് when അല്ലെങ്കിൽ വേണ്ട, in angle of minimum deviation condition, in angle of minimum deviation condition I1 എന്ന് പറയുന്നത് I2 ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ R1 എന്ന് പറയുന്നത് R2 ന് ഈക്വൽ ആയിരിക്കും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്തപ്പോൾ അവിടെ 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഉണ്ടായി. പിന്നീട് 50 ആക്കിയപ്പോൾ 32, 55 ആക്കിയപ്പോൾ 37, ഇങ്ങനെ കയറി പോവാ. അതായത് 40 ആയിരുന്നപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്തപ്പോൾ ഇവിടെ 35 ആയിരുന്നു. അപ്പോൾ അത് കണ്ടോ, അതായത് ആദ്യം ഞാൻ 35 ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൊടുത്തത്, 35 ഇൻസിഡൻസ് കൊടുത്തത്, 35 ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്തപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ 30 വന്നു, അല്ല സോറി 35 അല്ല 40 വന്നു. പിന്നീട് ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി 40 ആക്കിയപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു. വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി 45 ആക്കിയപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ വീണ്ടും കുറഞ്ഞു 30 ആയി. പിന്നീട് ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമ്പോൾ 30 പിന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത്, അതായത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന്റെ ആ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും എന്നറിയാമോ? ആ I1 എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആയിരിക്കും. അതേപോലെ അകത്തുള്ള R1 R2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, I1 = I2 ആയതുകൊണ്ട് അതിനെ ജനറലി I എന്നങ്ങ് എടുക്കാം, R1 = R2 ആയതുകൊണ്ട് അതിനെ ജനറലി R എന്ന് എടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ആ ഇക്വേഷൻ എന്താവും നോക്കിയേ. അതായത് നമ്മൾ അത് അവിടെ കൊടുത്താന്ന് തോന്നുന്നു, R1 + R2 therefore R1 + R2 = A becomes എന്താവും നോക്കിയേ, becomes R + R = A എന്ന് വരുന്നു, 2R = A എന്ന് വരുന്നു. ഓക്കെ, അതേപോലെ തന്നെ therefore എന്താണ്, I1 + I2 = എന്താ, A + del m ആയിരുന്നു, ഇല്ലയോ? I1 എന്ന് പറയുന്നത് I എന്ന് നമ്മൾ എടുത്തത് സെയിം ആണ്, I2 എന്ന് പറഞ്ഞാലും I ആണ്, ഈസിക്കൽ എന്താ A + del എന്താ, del m മിനിമം എന്നാവും, ഇല്ലയോ? അല്ലേ? അങ്ങനെയാണെങ്കിൽ 2I = നമുക്ക് എന്തെന്ന് എഴുതാം, A + del മിനിമം എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2I - A = എന്തെന്ന് എഴുതാം, del മിനിമം എന്ന് എഴുതാം. മനസ്സിലാകാത്തവർ ചോദിക്കണം, ഇച്ചിരി ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സാറേ ഇച്ചിരി എടുക്കാൻ പറ്റുമോ? മുകളിലോട്ടോ? ആ ചെറുതാക്കാം, നോക്കൂ. താങ്ക് യു സാർ. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഫാക്ടർ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് മനസ്സിലായി. അതിന്റെ ഒരു ഗ്രാഫ് കൂടെ വരയ്ക്കണം. അതിനെ ID കർവ് എന്നാണ് പറയുന്നത്. ID കർവ് എന്ന് പറയും,
ഐ ഡെൽ കർവ് എന്നും പറയും. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് ഇതായിട്ട് വരച്ചാൽ മതി. ഇവിടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൊടുക്കുക, ഇതാണ് ഡെല്ല്. വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുക്കുക. ഗ്രാഫ് ഇങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമ്പോൾ ആദ്യം ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞ് ഏതോ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ വാല്യൂവിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആവും. ഇതിനെയാണ് ഡെൽ മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ. എന്നിട്ട് പിന്നീട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാലും എന്താണ്, ഇത് കൂടിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരുന്നത്. ഇത് വരയ്ക്കണം കേട്ടോ, ഇത് വരയ്ക്കണം. ഗ്രാഫ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പഠിച്ചോണം. ഓക്കെ, വരച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ, അതായത് ആദ്യത്തെ ഫാക്ടർ ഇതാണ്, ആംഗിൾ ഓഫ് എന്താണ് ഇൻസിഡൻസ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും മെറ്റീരിയൽ ഓഫ് പ്രിസം. മെറ്റീരിയൽ ഓഫ് പ്രിസം രണ്ടാമത്തേത്, മെറ്റീരിയൽ ഓഫ് പ്രിസം. മെറ്റീരിയൽ ഓഫ് പ്രിസം. മെറ്റീരിയൽ ഓഫ് പ്രിസം. മെറ്റീരിയൽ ഓഫ് പ്രിസം. ഈ മെറ്റീരിയൽ ഓഫ് പ്രിസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം നമുക്കറിയാം, അതായത് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയലിലാണെങ്കിൽ ഡീവിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഞാൻ എന്താണ് ഫ്ലിന്റ് ഗ്ലാസും കൊണ്ട് ഒരു പ്രിസം മേക്ക് ചെയ്യാണ്, അതേപോലെ തന്നെ ക്രൗൺ ഗ്ലാസും കൊണ്ട് ഒരു എന്താണ് പ്രിസം മേക്ക് ചെയ്യാണ്. അപ്പം ഇത് ഫ്ലിന്റ് ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക, ഇത് ക്രൗൺ ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫ്ലിന്റ് ഇത് ഫ്ലിന്റ് ആണ്, ഇത് ഫ്ലിന്റ് ഗ്ലാസ്, ഇത് ക്രൗൺ ഗ്ലാസ്. ഫ്ലിന്റ് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ പ്രിസത്തില് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ, ലൈറ്റ് ഇങ്ങനെ പോയി, ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് ഇങ്ങനെ പോയി, ആ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതാണ്, കണ്ടോ, ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഈ ആംഗിൾ ഓഫ് ഡീവിയേഷനും അതേപോലെ തന്നെ ക്രൗൺ ഗ്ലാസ്സിൽ കൂടെ അതേ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇതും ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താണെന്നറിയാമോ, കാരണം ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫ്ലിന്റ് ഗ്യാസ്, ഇത് വരയ്ക്കല്ലേ, ഞാൻ നോട്ട് തരാം. ഫ്ലിന്റ് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും കൂടുതൽ. അപ്പം ഒരു ഗിവൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ പ്രിസത്തിനായിരിക്കും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഫ്ലിന്റ് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്രൗൺ ഗ്ലാസിനേക്കാളും കൂടുതലായതുകൊണ്ട് ഇവിടത്തെ ഡീവിയേഷൻ ആയിരിക്കും, ഇവിടത്തെ ഡെൽ ആയിരിക്കും. ഡെൽ ഓഫ് ഫ്ലിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, ഡെൽ ഓഫ് ക്രൗൺ. ഓക്കെ ആണല്ലോ. അപ്പൊ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മാറും എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ അതിങ്ങനെ എഴുതേണ്ടത് ഒരു, അതായത് രണ്ട് ഗ്ലാസ്സിലും രണ്ട് മെറ്റീരിയലും കൊണ്ടുണ്ടാക്കിയ പ്രിസത്തിലും ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്തത് ഒരു സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. എന്നിട്ടും അവിടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ മാറിയെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ മാറിയത് കൊണ്ടാണ് അത് മാറിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ എഴുതേണ്ടത് ഫോർ എ ഗിവൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, incidence a prism with a higher refractive index produces greater deviation than a prism which has lower refractive index. ഈ പോയിന്റ് ഒക്കെ വളരെ ചെറുതായിട്ടാണ് തരുന്നത്, അത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അത് ആവശ്യമുള്ളത് മാത്രമേ തരുന്നുള്ളൂ. അതായത് ഇപ്പൊ ഫ്ലിന്റ് ഗ്ലാസിന്റെ, അതായത് മ്യൂ എന്ന് പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫ്ലിന്റ് ഗ്ലാസ് ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്രൗൺ ഗ്ലാസ്.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ ഫ്ലിന്റ് ഗ്ലാസ് ആയിരിക്കും കൂടുതൽ ഡീവിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽ ഓഫ് ഫ്ലിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽ ഓഫ് എന്താണ് ക്രൗൺ. ഓർത്തോണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ എന്താണ് അവിടുത്തെ ഡീവിയേഷൻ കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. മൂന്നാമത്തെ ഫാക്ടർ ആംഗിൾ ഓഫ് പ്രിസം. ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ ആംഗിൾ ആണ് പ്രിസത്തിന്റെ, ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്. രണ്ട് റെക്ടാങ്കുലർ റിഫ്രാക്റ്റിംഗ് സർഫസിനിടയിലുള്ള ആംഗിൾ, അതാണ് ആംഗിൾ ഓഫ് പ്രിസം. അതായത് ആംഗിൾ ഓഫ് പ്രിസം കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷനും കൂടുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഇത് ഒരു പെർട്ടിക്കുലർ പ്രിസം ആണ്, ഇതിന്റെ ആംഗിൾ ഓഫ് പ്രിസം ഇതാണ്, ഇതൊരു 30 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. എന്നാൽ ഇത് ഒരു 60 ഡിഗ്രി പ്രിസം ആണെന്ന് വിചാരിച്ചോ. ഇത് 60 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പം ഇവിടെ ഉണ്ടാക്കുന്ന ഡീവിയേഷനെക്കാട്ടിലും കൂടുതലായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അതുകൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അപ്പം ഇങ്ങനെ എഴുതേണ്ടത്, if angle of prism ആംഗിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ വര ഇട്ടെന്നേ ഉള്ളേ. ഇത് ആംഗിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എഴുതുമ്പോൾ ആംഗിൾ എന്ന് എഴുതണേ. ആംഗിൾ ഓഫ് പ്രിസം ഇൻക്രീസസ് ഞാൻ മുകളിലോട്ട് ആരോ ഇടുക, ഇൻക്രീസസ്. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓൾസോ ഇൻക്രീസസ്. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഞാൻ ഡെൽ എന്നങ്ങ് ഇടുകയാണ്. ഡെൽ ഓൾസോ ഇൻക്രീസസ്. നിങ്ങൾ എഴുതുമ്പോൾ വേർഡിൽ തന്നെ എഴുതുക. അടുത്തത് നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കളർ. ഓരോ കളറിനും ഓരോ ഡീവിയേഷൻ. അത് നമ്മൾ ഓൾറെഡി അത് ഞാൻ പറഞ്ഞായിരുന്നോ? പല കളറാണ്. സ്പെക്ട്രത്തെ പറ്റി പറഞ്ഞായിരുന്നോ? ഒന്ന് നോക്കിയേ, നോട്ട് തന്നായിരുന്നു സ്പെക്ട്രം. ഓക്കെ, നോക്കിയോ. അപ്പം അതായത് കളർ ഓർ വേവ് ലെങ്ത്. കളർ ഓർ വേവ് ലെങ്ത് എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഈ ഓരോ കളറിനും ഓരോ വേവ് ലെങ്താ. അപ്പം വേവ് ലെങ്ത് മാറുന്നതിനനുസരിച്ച് ഡീവിയേഷൻ മാറുമെന്നും വേണമെങ്കിലും പറയാം. കളർ മാറുന്നതിനനുസരിച്ച് ഡീവിയേഷൻ മാറുമെന്നും പറയാം. വേവ് ലെങ്ത് ലാംഡ ഓഫ് ലൈറ്റ് യൂസ്ഡ്. അതായത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഒരു മീഡിയം, അതായത് ഇപ്പൊ സെയിം മീഡിയം ആണെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയണം. എയർ ഒഴിച്ചു ബാക്കി ഇപ്പൊ വാട്ടറിനകത്ത് ഇപ്പം പല കളറിനും പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ആ കളറിന് അനുഭവപ്പെടുക. ശരിക്കും ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫിക്സ്ഡ് ആണ്. പക്ഷേ എന്താണ്, അത് പല കളർ അതുവഴി കടന്നു പോകുമ്പോഴത്തേക്കും ആ കളറിന് അനുഭവപ്പെടുക പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ പാർട്ടിനകത്ത്. അതായത് ഒരു പെർട്ടിക്കുലർ മീഡിയത്തിനകത്തൂടെ പോകുന്ന സമയത്ത് വയലറ്റിനായിരിക്കും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫീൽ ചെയ്യുക റെഡിനെക്കാട്ടിലും. ഓക്കെ ആണല്ലോ? അതായത് ഇപ്പം വാട്ടറിൽ കൂടെ പോവാം, വയലറ്റിന് അവിടെ ഉണ്ടാകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിന് ഉണ്ടാകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരേ മീഡിയത്തിൽ കൂടെ അല്ലേ പോകുന്നത്, അപ്പൊ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫിക്സ്ഡ് അല്ലേ? ആണ്, മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ ഓരോ കളറിനും എന്താണ്
ഡിഫറൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും അനുഭവപ്പെടുക. ഓക്കെ ആണല്ലോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും വേവ് ലെങ്ത് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ സെയിം മീഡിയത്തിൽ കൂടെ തന്നെ പല കളറും പല സ്പീഡിൽ കൂടെയും പല വേവ് ലെങ്തിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനകത്ത് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത് കണ്ട് ഇത്രയേ ഉള്ളൂ. അതായത് സിമ്പിളായിട്ട് എഴുതി തരാം. ഓക്കെ, അതായത് ഇങ്ങനെ എഴുതാം. അതായത് ഡിഫറൻറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് ഒന്ന് വെട്ടിക്കോ, ഡിഫറെന്റ് കളേഴ്സ് വെട്ടിക്കോ കുറച്ചുകൂടെ സിമ്പിളാക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ given transparent medium medium is different for the light of different colors, different colors. വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു വയലറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് റെഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കാരണം എന്താണെന്നറിയോ? വേവ് ലെങ്ത് ഓഫ് വയലറ്റ് ഈസ് ലെസ് ദാൻ വേവ് ലെങ്ത് ഓഫ് റെഡ്. റെഡിന്റെ വേവ് ലെങ്ത് ആണ് അവിടെ കൂടുതൽ. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം, അപ്പം ഡീവിയേഷൻ ആർക്കായിരിക്കും കൂടുതൽ? ഒബ്വിയസ്ലി ഡീവിയേഷൻ വയലറ്റിന് തന്നെയായിരിക്കും കൂടുതൽ. കാരണം വേവ് ലെങ്ത് കൂടുതലുള്ളപ്പം വേവ് ലെങ്ത് കൂടുതലുള്ള ആൾക്ക് എന്താണ് നമുക്ക് പറഞ്ഞില്ലേ, വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടോ, ഇങ്ങനെയാണ് ഒരു വേവിന്റെ ലെങ്ത്. വേവ് ലെങ്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇങ്ങനെ ആവുക എന്നർത്ഥം. ഓക്കെ, അപ്പം ഇങ്ങനെ പോകുന്ന ഒരു ലൈറ്റ് റേയും കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിളിൽ തട്ടാൻ സാധ്യത ഇതാണ്. ഇത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത് കൊണ്ട് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തട്ടിയിട്ട് ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇത് റെഡിന്റെയാണ്, ഇത് വയലറ്റിന്റെയാണ്. അപ്പോൾ വയലറ്റ് ആണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ആണ് കൂടുതൽ എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഡീവിയേഷൻ ആയിരിക്കും കൂടുതൽ എന്നുള്ള എഴുതിയാൽ മതി. അതായത് therefore എന്താ ഡീവിയേഷൻ ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താ ഡീവിയേഷൻ ഓഫ് റെഡ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റീസൺ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഹെഡിങ് എഴുതിക്കോ, ഇത് പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇതൊരു ചെറിയ ഡെറിവേഷൻ ഇവിടെ. സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതിനകത്ത് ഒന്നാണ് റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും. റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത്. ഈ റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും എന്താണെന്നറിയാമോ? നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു ആറിന്റെ തീരത്തൂടെ കടന്നു പോവാണ്, നടക്കുകയെന്ന് വിചാരിച്ചു. അപ്പൊ പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ ഭാഗത്തെത്തിയ സമയത്ത് നമുക്ക് ആറിന്റെ അടിവശം നല്ലതായിട്ട് കാണാം. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ, അയ്യോ അതിന് ആഴം കുറവാ, നമുക്ക് ഇറങ്ങി നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിൽ പെടത്തേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ?
റിഫ്രാക്ഷൻ കൊണ്ട് അതിന്റെ അടിഭാഗം വരെ നമുക്ക് കാണുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന അടിഭാഗം ആക്ച്വലി നല്ല ഡെപ്തിലാണ് ഇരിക്കുന്നത്. റിഫ്രാക്ഷൻ കൊണ്ട് അതിന്റെ ആ ഡെപ്ത് അത്രയും ഇല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ താഴെയുള്ള ഒബ്ജക്റ്റ് ഇച്ചിരി റേസ് ചെയ്ത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി റിയൽ ഡെപ്ത് അല്ല, അത് അപ്പാരന്റ് ഡെപ്ത് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി അവിടോട്ട് വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ആഴങ്ങളിലേക്ക് പോകും. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഞാനൊക്കെ കുഞ്ഞിലെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ആറാണ്. അപ്പൊ നമ്മൾ കുഞ്ഞിലെ എല്ലാ സൺഡേസും ആറ്റിപ്പോന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു കളിപ്പിക്കാൻ വേണ്ടി നമ്മളെ അന്ന് കൊണ്ടുവന്ന് നമ്മുടെ ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്യാൻ അറിയാമോ, ഒരു വടി ഇങ്ങനെ മാജിക്കാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കാണിക്കും. അതായത് ഒരു വടി അവർ കയ്യിലെടുത്ത് വെക്കും, എന്നിട്ട് വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്കും ഈ വടി ഒടിഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ശരിക്കും വടി ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് മോളിൽ നിന്ന് നമ്മുടെ കണ്ണ് ഇതാണെങ്കിൽ നമ്മൾ മോളിൽ നോക്കുമ്പോൾ വടി ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതായത് വടി ഇവിടുന്ന് ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന പോലെ, കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. വീണ്ടും അത് പൊക്കുന്ന സമയത്ത് എന്താ വടി നേരെ ഇരിക്കും. അപ്പൊ നമുക്ക് അന്നൊക്കെ അതൊരു കൗതുകമായിരുന്നു. അയ്യോ ശരിയാണല്ലോ, ഇത് വെള്ളത്തിൽ മുക്കുമ്പോൾ വടി ഒടിഞ്ഞു, വീണ്ടും എടുക്കുമ്പോൾ വടി ഒടിഞ്ഞില്ല, വടി നേരെയായി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റാണ്. ആക്ച്വലി വെള്ളത്തിന്റെ ഇങ്ങനെ മുക്കുന്ന സമയത്ത് ഇവിടെയാണ് ആ വടിയുടെ ടിപ്പ് ഇരിക്കുന്നത്. റിഫ്രാക്ഷൻ കൊണ്ട് ആ ടിപ്പ് റേസ് ചെയ്ത പോലെ ഇവിടെ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ വടി ഒടിഞ്ഞിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും മുകളിൽ നോക്കും. അതാണ് പിന്നീട് നമ്മളത് ഈ ചാപ്റ്ററുകളൊക്കെ പഠിച്ച സമയത്ത് ടീച്ചർമാരൊക്കെ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് നമ്മളത് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കിക്കോണം. ഇനി അതേപോലെ തന്നെയാണ് നമ്മളിപ്പം ഒരു ബക്കറ്റിനകത്ത് വെള്ളം നിറയ്ക്കുകയാണ്, എന്നിട്ട് കോയിൻ ഇടുകയാണ്. കോയിൻ മോളിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ബക്കറ്റിന്റെ ആക്ച്വൽ ഡെപ്തിൽ ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ റേസ് ചെയ്തിട്ടായിരിക്കും ആ കോയിൻ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത്. നമ്മളിങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കുഞ്ഞിലെയൊക്കെ അതായത് കുഞ്ഞിലെ മീൻസ് ഒരു +2 ഒക്കെ ആയപ്പോഴത്തേക്കും ഇത് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. 10 പഠിച്ച സാധനം തന്നെ വീണ്ടും +2 പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ചുമ്മാ ഒരു കോയിൻ ഇട്ടിട്ട് കോയിൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ കണ്ട ഡെപ്തിൽ നമ്മൾ കൈ വെക്കുമ്പോൾ അത് കോയിനെ കൊള്ളത്തില്ല, കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ റേസ് ചെയ്ത പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? റിഫ്രാക്ഷൻ നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒക്കെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ മീനെയൊക്കെ പിടിക്കാൻ പോകും. മീനെ പിടിക്കാൻ ഈ വെള്ളം, അതായത് ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ ഊത്ത പിടിക്കാൻ പോവാന്ന് പറയും. അപ്പം ആ സമയത്ത് നമ്മൾ ആറിനക്കരെ ഇക്കരെ നീന്തി കുറെ ചേട്ടന്മാരെല്ലാം കൂടെ ചേർന്ന് നമ്മൾ എന്ത് ചെയ്യും, വല ഇട്ടിട്ട് നമ്മൾ വല പിടിച്ച് താഴോട്ട് ഒരു 1 കിലോമീറ്റർ നടന്നു പോകും. രണ്ട് സൈഡിൽ നിന്ന് വല പിടിക്കും. അപ്പൊ ആ വലയിൽ ഒത്തിരി മീൻ കുടുങ്ങും. ഫസ്റ്റ് മഴ കഴിയുമ്പോഴത്തേക്കും അപ്പൊ ഒത്തിരി വെള്ളമൊന്നുമില്ല, എന്നാലും ഏകദേശം വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് എന്ത് ചെയ്യുന്നറിയോ, വള്ളത്തെ പോയിട്ട് അമ്പ് ചെയ്ത് മീനെ പിടിക്കുക. അപ്പൊ ഞാൻ മിക്കവാറും അമ്പ് ചെയ്ത് മീനെ പിടിക്കുന്ന ചേട്ടന്മാരുള്ളപ്പോൾ ആ ബോട്ടിലാണ് ഞാൻ, ആ വള്ളത്തിലാണ് പോകുന്നത്. അപ്പം അവരെന്താ ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ എപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് പിന്നീടാണ് നമുക്ക് അതിന്റെ കാരണം മനസ്സിലായത്. ഞാൻ എപ്പോഴും ഇവിടെ ആയിരിക്കുന്നത്. ഓക്കെ, ഈ വള്ളത്തെ ആ അമ്പ് വിടുന്ന പുള്ളി ഇവിടെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പം പുള്ളി ഒരു മീനെ ഇവിടെ കണ്ടു. അപ്പം എന്നോട് ടോർച്ച് അടിക്കാൻ പറയും. മീനുള്ള ഭാഗത്ത് ചെല്ലുമ്പോൾ ടോർച്ച് അടിക്കും. അപ്പം ഞാൻ ഇവിടെ നിന്ന് ടോർച്ച് തന്നെ ഇങ്ങനെ അടിക്കും. അപ്പം ടോർച്ച് എൻ്റെ കയ്യിലുണ്ട്. ടോർച്ചിന്റെ വെട്ടം ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ അടിക്കും. ഇത് വെള്ളമാണെന്ന് വിചാരിച്ചു. അപ്പം വെട്ടം കാണുമ്പോൾ മീൻ കൃത്യം ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ വന്ന് മീൻ കറക്റ്റ് നിൽക്കും. പക്ഷെ പുള്ളി എന്ത് ചെയ്താലും പുള്ളി ഇങ്ങോട്ടാണല്ലോ വിടേണ്ടത്, പുള്ളി ഇങ്ങോട്ട് വിടത്തില്ല. പുള്ളി കുറച്ചുകൂടെ താഴോട്ട് കുറച്ചുകൂടെ ഡയറക്ഷൻ മാറ്റിയേ വിടും. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്താ ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ പുള്ളിക്കും പറഞ്ഞു തരാറില്ല. പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഫാദർ അങ്ങനെ ചെയ്യണമെന്നാ, മീനെ ഇവിടെ കണ്ട കുറച്ച് മാറ്റി താഴോട്ട് വെക്കണമെന്നാണ്, അമ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പുള്ളിക്ക് അത് പറഞ്ഞു തരാൻ അറിയില്ല. പിന്നീട് നമ്മൾ +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്, ഇത് ആക്ച്വലി മീൻ ഇവിടെയാണ് ഇരിക്കുന്നത്. പക്ഷെ റിഫ്രാക്ഷൻ കൊണ്ട് നമുക്ക് മീൻ ഇവിടെ ഇരിക്കുന്നതായിട്ട് തോന്നുന്നതാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഇവിടോട്ടാണ് വിടുന്നതെങ്കിൽ മീൻ രക്ഷപ്പെട്ടു പോകും. നേരെ മറിച്ച് നമ്മൾ താഴോട്ട് ഇവിടോട്ടാണ് വിടുന്നതെങ്കിൽ മീനെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പം അന്ന് നമുക്ക് അതിന്റെ കാരണങ്ങൾ അറിയത്തില്ലായിരുന്നു. നമ്മൾ പ്രായത്തിന്റെ ഒരു ഇതിൽ നമ്മളിങ്ങനെ പോയി നല്ല എൻജോയ് ചെയ്തൊക്കെ ഇതാക്കി. പക്ഷെ നമുക്ക് അതിന്റെ കാരണം അറിയത്തില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യും. കൊച്ചിലെ മുതലേ ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് സംശയം വരുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു പണ്ട് ഈ ആൾക്കാരുടെയൊക്കെ. പക്ഷെ അന്ന് ഇതൊന്നും പറഞ്ഞു ഡൗട്ട് ചോദിച്ചു. ആരെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പം അന്ന് നമുക്ക് ഇതിന്റെ കാരണങ്ങൾ അറിയില്ലായിരുന്നു. അപ്പം നമ്മളത് പിന്നീട് +2 ആകുമ്പോൾ നമുക്ക് സെയിം ടോപ്പിക് പഠിക്കാനുണ്ട്. അന്നാണ് നമ്മൾ ഇതിനെക്കാളും കുറച്ചുകൂടെ നമ്മുടെ ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുമല്ലോ. അന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ട്യൂഷൻസ് ഒക്കെ പോയപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറുമാരൊക്കെ അറിയാവുന്ന സാറുമാരായിരുന്നു. അപ്പോൾ അവർ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഓക്കെ,
അപ്പം ഇതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റിഫ്രാക്ഷൻ മൂലം പൊസിഷൻ റേസ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ പ്രൂഫാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് അതിന്റെ ഇത് റിയൽ ഡെപ്ത് അപ്പാരന്റ് ഡെപ്ത് ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതാം. ആൻ ഒബ്ജെക്ട് placed in denser medium when viewed from rarer medium appears to be at a depth lesser than its real depth, This is because of refraction of light. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ വള്ളത്തെ നിൽക്കുമ്പോൾ ഇതാണ് ആറിന്റെ ലെവല്, ഇത് ഡെൻസർ മീഡിയം, ഇത് റെയറർ മീഡിയം. അപ്പൊ ഡെൻസർ മീഡിയത്തിൽ ഇരിക്കുന്ന മീനിനെ റെയറർ മീഡിയത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ആക്ച്വൽ ഡെപ്തിനെക്കാളും കുറച്ചുകൂടെ കുറവായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത്. ഇവിടെ ആയിട്ടായിരിക്കും ആ മീൻ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആറിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആറിന്റെ ഡെപ്ത് കുറവാണെന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഈവൻ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സ്വിമ്മിംഗ് പൂളിന്റെ ആക്ച്വൽ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാം ഏകദേശം ഒരേപോലൊക്കെ തന്നെ ഇരിക്കും. മനസ്സിലായോ? അപ്പം അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴം കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ ആഴം ഉണ്ട് അവിടെ. ചിലപ്പോൾ ഒരു 3 മീറ്റർ ഡെപ്ത് കാണും, ചിലപ്പോൾ 1.5 മീറ്റർ ആയിരിക്കും. ഒരു സൈഡിലായിരിക്കും ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഡെപ്ത് കുറവ്. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മുങ്ങിപ്പോവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കത് ചെയ്യാം. നോക്കിക്കോളൂ. ഓക്കെ, നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇത് ഡെറിവേഷൻ തന്നായിരുന്നല്ലോ, പഠിപ്പിച്ചായിരുന്നല്ലോ സ്കൂളിൽ. നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു തരാൻ നോക്കിക്കോ. അതായത് നമ്മൾ ഒരു വാട്ടർ ഇത് സെപ്പറേഷൻ ചെയ്യുവാണ്. അതായത് ഞാൻ ഇതിനെ, അതായത് ഇത് വെള്ളമാണ്, ഈ വെള്ളത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഞാൻ ആ വെള്ളമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതിനെ കളറാക്കുകയാണ്, ഒരു നീല കളറാക്കുകയാണ്. അപ്പൊ ഇത് വെള്ളം. ഓക്കെ, ഇത് മുകളിലെ എയർ, ഇത് വാട്ടർ ആണ്, മുകളിലെ എയർ. വാട്ടർ മുകളിൽ എയർ. അപ്പം താഴെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതായത് നമുക്കൊരു മീനെ തന്നെ വിളിക്കാം. ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വിളിക്കാം. നോക്കിക്കോ, ഇതാണ് നമ്മുടെ മീൻ. ഓക്കെ ആണല്ലോ. അപ്പൊ മീനെ O ആയിട്ട് വിളിച്ചു. ഇത് ഒബ്ജക്റ്റ് O ആണ്. ഓക്കെ, അപ്പൊ മീനിൽ നിന്ന് ഒരു ലൈറ്റ് റേ പുറത്തോട്ട് വരണം. നമുക്കറിയാലോ, മീനിൽ നിന്ന് ലൈറ്റ് റേ പുറത്തോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നല്ല അർത്ഥം. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് എങ്ങനെയാ? എന്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൽ നിന്ന് വീഴുന്ന വെട്ടം എന്റെ ദേഹത്ത് വീഴും. ആ വെട്ടം എന്റെ ദേഹത്ത് തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് ഈ ക്യാമറയ്ക്കകത്ത് പതിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത്. നിങ്ങൾ ഇരുട്ടത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ? അപ്പം എല്ലാം റിഫ്ലക്ഷൻ മൂലമാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ നേരിട്ട്, ഇപ്പൊ ഞാനും നമ്മുടെ അഭിനവും നേരിട്ട് കാണുമോ? എങ്ങനെ? അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന ആ ഭാഗത്തുള്ള ലൈറ്റ് രണ്ടുപേരുടെ മുഖത്ത് വീണിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് പരസ്പരം ആൾക്കാരുടെ കണ്ണിൽ പതിക്കും. അങ്ങനെയാണ് കാണുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നും ലൈറ്റ് റേസ് പുറത്തോട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, റിഫ്ലക്റ്റഡ് റേസ്. ഓക്കെ, അപ്പം ഈ മീനിന്റെ, അതായത് ശരിക്കും മോളിൽ നിന്നുള്ള വെട്ടം മീനിന്റെ ദേഹത്ത് വീണിട്ട് അത് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലോട്ട് വരുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതി. അപ്പൊ മീനിന്റെ പറഞ്ഞോ.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പം നോക്കിയോ, അപ്പം മീൻ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരിക്കലും ചിന്തിക്കല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ രാത്രിയിലൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ അല്ലെ പോട്ടെ, രാവിലെ ആണെങ്കിൽ സൂര്യന്റെ വെട്ടം എന്തായാലും വാട്ടറിന്റെ കുറച്ച് ഡെപ്തിലേക്ക് പോകും. ആ ഡെപ്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് ആ മീനെ കാണുന്നത്. എങ്ങനെയാ? ആ സൂര്യന്റെ വെട്ടം മീനിന്റെ ദേഹത്ത് വീണിട്ട് ആ മീനിന്റെ ദേഹത്തു നിന്നാണ് ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിൽ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് മീനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ മീനിന്റെ ദേഹത്തു നിന്ന് പുറത്തോട്ട് വരുന്ന ലൈറ്റ് റേസ് നമുക്ക് നോക്കാം. അപ്പൊ മീനിന്റെ ദേഹത്തു നിന്ന് എല്ലാ ഡയറക്ഷനിലോട്ടും ലൈറ്റ് റേസ് വരാമല്ലോ. അപ്പൊ ഞാൻ 2 ലൈറ്റ് റേ എടുക്കുന്നത്, ഒരു ലൈറ്റ് റേ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതായിട്ട് എടുക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഒരു ലൈറ്റ് റേ ഇത് ഒരു എയർ വാട്ടർ ഇന്റർഫേസ് ആണ്. അപ്പൊ ഇത് ഇൻസിഡന്റ് റേ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ എന്ത് വരയ്ക്കേണ്ടി വരും, ഒരു നോർമൽ വരയ്ക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ, ഇതൊരു നോർമൽ ആണ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ലൈറ്റ് റേ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് പോകുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദി നോർമൽ ആയിട്ട് ഇവിടെ വരും. അപ്പൊ ഇവിടാണ് നമ്മൾ നോക്കുന്നത്, ഈ ഭാഗത്ത് ഇപ്പൊ ഈ ലൈറ്റ് റേ ഉള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിലേക്ക് ആ ലൈറ്റ് റേ വന്നത്. ഓക്കെ, പക്ഷേ ആക്ച്വലി നമ്മൾ കാണുന്നത് എവിടെ ആയിരിക്കും എന്നറിയാമോ? ഇതുണ്ട്, ഈ ലൈറ്റ് റേ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, മീനിനെ കാണാൻ പറ്റുന്നുണ്ടാവും, നമുക്ക് തോന്നുന്നത്. ഇതുണ്ട് ഇവിടെ, ഇതായിരിക്കും നമ്മുടെ അപ്പാരന്റ് ഇപ്പൊ മീനിന്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. ഓക്കെ, അതിനെ നമുക്ക് ഇമേജ് ഐ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ ആലോചിക്കുക, ലൈറ്റ് റേ ഈ വഴി മാത്രമല്ല പോകുന്നത്. ലൈറ്റ് റേ എങ്ങനെ പോകും? ലൈറ്റ് റേ എല്ലാ വഴിയും പോവാം. ഈ വഴി പോവാം, ഈ വഴി പോവാം, ഈ വഴി പോവാം, ഈ വഴി പോവാം, ഈ വഴി പോവാം. അതിൽ 2 എണ്ണം എടുക്കുന്നുള്ളൂ. ഒരെണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഇനി ഒരെണ്ണം കൂടെ എടുക്കുകയാണ്. അതേതാണെന്നറിയോ? നോർമൽ ആയിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേ എടുക്കുക. അതായത് ഈ മീനിന്റെ ദേഹത്തു നിന്ന് നോർമൽ ആയിട്ട് ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്ന രീതിയിൽ എടുക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ലൈറ്റ് റേ. അപ്പം നോർമൽ ആയിട്ട് ഒരു സർഫസ്, റിഫ്രാക്റ്റിംഗ് സർഫസ് വന്ന് വീഴുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കത്തില്ല, നേരെ തന്നെ പോകുന്നുണ്ടായിരിക്കും. ആരോ കൃത്യമായിട്ട് ഇടുക തന്നെ ഇവിടെ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇത് ഇൻസിഡന്റ് റേ ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കുമല്ലോ ഐ. ഇത് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി, നിങ്ങൾ പണ്ട് പാരലൽ ലൈൻസിന്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. 2 പാരലൽ ലൈൻസിന്റെ കട്ട് ചെയ്യുന്ന ഈ ലൈനെ നമുക്ക് ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറെ ആംഗിൾസ് ഉണ്ടാകുന്നുണ്ടല്ലോ, കറസ്പോണ്ടിങ് ആംഗിൾ, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ, എന്താണ് ആംഗിൾ ഓൺ ദ സെയിം സൈഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ അതിനകത്ത് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതേണ്ട ഈ ഇസഡ് പോലെ വരുന്നതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ, അതായത് ഇതേണ്ട ഈ ആംഗിളും ഇസഡ് പോലെ ഈ ആംഗിളും അതെപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നോക്കിയേ, ഇത് 2 പാരലൽ ലൈനാന്ന് വിചാരിക്കുക. ഈ ഐ എന്ന് പറയുന്നത് ഈ ഇൻസിഡന്റ് റേ ട്രാൻസ്വേഴ്സൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഐ ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതും എന്താവും, ഇതും ഐ ആവത്തില്ലേ? ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ, അവിടെ ഇസഡ് അല്ലേ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എക്സ്ട്രാ ആയിട്ട് വരച്ചിരിക്കുന്ന എല്ലാം കളയാണ്, പകരം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാത്രം വരയ്ക്കുകയാണ്. ഓക്കെ, നോക്കിക്കോളൂ. അതായത് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ നോക്കിയോ, ഈ പാരലൽ ലൈൻസിന്റെ ഇത് നോക്കിയോ, ഇത് ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആണെങ്കിൽ ആ പാരലൽ ലൈൻസിന്റെ ഇപ്പുറത്ത് വരുന്ന അതേപോലത്തെ ആംഗിളിനെ കറസ്പോണ്ടിങ് ആംഗിൾ എന്നാണ് വിളിക്കുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾ, അതായത് ഇത് R ആണെങ്കിൽ നോക്കി, ഇത് പാരലല്, ഇതിനെ നമ്മൾ ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുകയാണ്. ഇതിനെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതും കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ? അപ്പൊ ഇത് R ആണെങ്കിൽ ഇതും R ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ എടുക്കുകയാണ്, അത് R ആണ്. അപ്പം ഇതും എന്താണ്, ഇതും R ആയിട്ട് എടുക്കുകയാണ്, ഇതും R ആയിട്ട് എടുക്കുകയാണ്. നോക്കിക്കോളൂ, ഇതും R ആയിട്ട് എടുക്കുകയാണ്, ഇതും R ആയിട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്താൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മുമ്പിലോട്ട് പോകത്തുള്ളൂ. ഇത്ര ഓക്കെ ആണോ? എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്യണം. ഇത് ഈ പോയിന്റ്, അതായത് ഞാൻ റെഡും കൊണ്ട് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിനെ എ എന്ന് മാർക്ക് ചെയ്യുക, ഈ പോയിന്റിനെ ബി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇത് അതേപോലെ തന്നെ നമുക്ക് ഡാഷ് ഇത്ര മതി അല്ലേ? എ ഡാഷ് വേണോ നോക്കട്ടെ. ഓക്കെ, ഇതിനെ എൻ ഡാഷ് എന്ന് കൊടുത്തു, ഇതിനെ എൻ ഡാഷ്, ഇതിനെ എൻ. അതേപോലെ തന്നെ ഇത് ഒ, ഇത് എ, ഇത് എ ഡാഷ് എന്നും കൂടെ കൊടുത്തു. ഇത്രയും മാർക്കിംഗ് ഇവിടെ നടത്തണം ആ പടത്തിനകത്ത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? മിഷേൽ ഓക്കെ ആണോ? മിഷേൽ മനസ്സിലായി സാറേ. ഓക്കെ, സന, ദിവ്യ,
Yes, sir. Means ഓക്കെ 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 നോക്കിക്കോളൂ. ഇനി നമ്മൾ ഡെറിവേഷനിലോട്ട് കയറാൻ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഷിഫ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വേണ്ട, ആക്ച്വലി ഓയിലായിരുന്നു ഇരുന്നത്, ഇപ്പൊ ഐയിലായിരിക്കുന്നത്. അപ്പം ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഷിഫ്റ്റ്? വേണ്ട, ഇത്രയുമാണ് ഷിഫ്റ്റ്. ഇതിനെയാണ് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡെറിവേഷനിൽ കൂടെ. ഓക്കെ ആണല്ലോ. അതിനായിട്ട് ഞാൻ 2-3 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണേ. അതാണ് ഡെറിവേഷൻ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് തരാം. നിങ്ങൾ പടത്തിനകത്ത് മാർക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ എഴുതണ്ട. ജസ്റ്റ് ഞാൻ ഈ പറയുന്നത് മൂലം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയാൽ മതി. ഇൻ ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുമ്പോൾ ഏത് ട്രയാങ്കിൾ ആണെന്ന് നോക്കിക്കോണം. പച്ചയും കൊണ്ട് വരച്ച് കാണിക്കാം ആദ്യം. ഇത് ഒ എ ബി എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ. ഓക്കെ, അതിനകത്ത് നമ്മൾ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ പോവാ. ഒ എ ബിക്ക് അത് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ പോവാ. എന്താ? സൈൻ ഐ എടുക്കാൻ പോവാ. സൈൻ ഐ ഈക്വൽ ടു എന്താ? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്കറിയാം. ഓപ്പോസിറ്റ് ഇവിടെ നോക്കിയേ. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഐയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഇതാണ്. അപ്പൊ എ ബി ആണ് അല്ലേ? എ ബി. ഇപ്പൊ നമുക്ക് എ ബി എന്ന് തന്നെ കൊടുക്കാം. എ ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ വേണ്ട ഇതാണ്, ഈ സൈഡാണ്. അത് നമുക്ക് എന്താ? ഒ ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഒ ബി എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഐ ഈസിക്കൽ ടു നമുക്ക് എന്ത് കിട്ടി? സൈൻ ഐ ഈസിക്കൽ ടു എ ബി ഡിവൈഡഡ് ബൈ ഒ ബി എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ട്രയാങ്കിൾ കൺസിഡർ. അടുത്തത് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പച്ച തന്നെ ഉപയോഗിക്കാം. ഐ എ ബി എടുക്കാൻ പോവാ. ഐ എ ബി എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ. അപ്പം അതും നമ്മൾ എടുക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ഐ എ ബി എടുക്കാൻ പോവാണ്. ഇൻ ട്രയാങ്കിൾ ഐ എ ബി. അവിടെ ഞാൻ സൈൻ ആർ എടുക്കാൻ പോവാ. സൈൻ ആർ ഈസിക്കൽ ടു നമുക്കറിയാം ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ്. അവിടെയും ഓപ്പോസിറ്റ് എ ബി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഐ ബി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. വേറെ കളർ ഉപയോഗിക്കാം. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ്, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അതായത് എ ബി ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? എ ബി ഡിവൈഡഡ് ബൈ ഐ ബി എന്ന് എഴുതാം. സൈൻ ആർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്നെൽസ് ലോ. എന്താ സ്നെൽസ് ലോ? എന്താ പഠിച്ചിട്ടുള്ളത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 ഈസിക്കൽ ടു സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ ലൈറ്റ് എവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? എയറിലോട്ടാ പോകുന്നത്. അപ്പം നിങ്ങളെ ഇങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്. നിങ്ങളെ എങ്ങനെ പഠിപ്പിച്ചത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1. ഇങ്ങനെയല്ലേ പഠിപ്പിച്ചത്? ഇങ്ങനെയാണോ പഠിപ്പിച്ചത് മിഷേലെ? ഓക്കെ, അപ്പൊ ഇവിടെ മീഡിയം 2 എന്ന് പറയുമ്പോൾ ഇതാണ് മീഡിയം 2, ഇതാണ് മീഡിയം 1. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ചെന്നിറങ്ങുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അതിനെ ഒന്ന് തിരുത്തിയിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് എടുത്തെഴുതാം. ഈസ് ഈക്വൽ ടു സൈൻ ഐക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എ ബി ഡിവൈഡഡ് ബൈ ഒ ബി ഹോൾ ഡിവൈഡ് ബൈ സൈൻ ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ ബി ഡിവൈഡഡ് ബൈ ഐ ബി. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കിയേ. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ എ ബി കട്ടായി പോകും, ഇല്ലേ? അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, എ ബി ഡിവൈഡഡ് ബൈ ഒ ബി ഇൻറ്റു ഐ ബി ഡിവൈഡഡ് ബൈ എന്താ? എ ബി എന്ന് എഴുതാം. ഇത് രണ്ടും കട്ടായി പോകും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഐ ബി ഡിവൈഡഡ് ബൈ ഒ ബി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ബിയും കട്ട് ചെയ്യത്തില്ലേ? ഏതാ? ബിയും അയ്യോ, അങ്ങനെ കട്ട് ചെയ്യാൻ എങ്ങനെ അവനെ പറ്റുന്നേ? ഇത് ഒ ബി എന്ന് പറഞ്ഞ ഒരു ലെങ്ത് അല്ലേ? ഒ ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒ ബി എന്ന് പറഞ്ഞാൽ ഇതാ. എന്ന് പറഞ്ഞാൽ ഇതാ. അതെങ്ങനെ ബിയും കട്ട് ചെയ്യുന്നേ? ശരിയാ, ഇപ്പോഴത്തെ. ഓക്കെ, അപ്പൊ നോക്കിയോ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്നാണ് നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ശരിക്കും എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ?
കാരണം എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കറിയാം 1 ആണെന്നറിയാം. നമുക്ക് വാട്ടറിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി വെച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എയർ വിത്ത് റെസ്പെക്ട് ടു വാട്ടറിനെ വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ആക്കണേ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ തിരിച്ചെഴുതിയാൽ മതി. വി ഹാവ് എന്താ? വി ഹാവ് ഇങ്ങനെ എഴുതാം. വി ഹാവ് mu a w is equal to 1 by mu w a ആണല്ലോ. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചെഴുതിക്കോ we have mu w a is equal to 1 by mu a w ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ കണ്ടുപിടിക്കാൻ 1 by mu a w എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 1 by ib ഡിവൈഡഡ് ബൈ ob ആണ്. അപ്പൊ നേരെ തിരിച്ചു വരുമ്പോൾ എന്ത് വരും? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് ഈക്വൽ ടു ob ഡിവൈഡഡ് ബൈ ib എന്ന് വരും. ഇത്ര ഓക്കെ ആണോ? ആയി നമ്മുടെ ഇതായി. ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയോ, നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ എടുക്കാൻ പോവാം. അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എക്ക് വളരെ ക്ലോസ് ആയിട്ട് എടുക്കാൻ പോവാം. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ് എക്ക് വളരെ ക്ലോസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഈ ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസുമായിട്ട് ഈക്വൽ ആക്കാം. അതേപോലെ ഐ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഐ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസുമായിട്ട് ഈക്വൽ ആക്കാം. ശ്രദ്ധിച്ചോണം. അതായത് നോക്കിയോ, ഞാനൊരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് നമ്മുടെ ഒ, ഇതാണ് നമ്മുടെ ഐ. ഓക്കെ, ഇപ്പം വേണ്ട ഒ ബി ഇത്, ഐ ബി ഇത്. ഈ ബീനെ ഞാൻ വേണ്ട ഇവിടോട്ട് കൊണ്ടുവെക്കുവാന്ന് വിചാരിച്ചു. അതായത് വേണ്ട ഇവിടോട്ട്. അപ്പം മറ്റേതും കൂടെ വരച്ചേക്കാം. അതായത് ഇവിടെ ഒയിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ഇതാണ്. അതേപോലെ തന്നെ ഐയിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ഐയിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ഇതാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഈ ബീനെ ഇപ്പം ഒരിക്കലും നമുക്ക് ഒ ബി ഈസിക്കൽ ടു ഒ എന്നും ഐ ബി ഈസിക്കൽ ടു ഐ എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിനെ ഇവിടെ കൺസിഡർ ചെയ്താലോ? അങ്ങനെയാണ് നിങ്ങൾ നോക്കിയേ. ഇപ്പം ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഇപ്പൊ ബി ഇവിടെ ആയിരിക്കുന്നത് ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതായിട്ട് എടുക്കുക. അതേപോലെ ഐ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇത്രയും കണ്ടോ, ഇങ്ങനെ എടുക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി എയുടെ അടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒ ബിനെ നമുക്ക് ഒ എ ആക്കി കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഐ ബിനെ നമുക്ക് ഐ എ ആയിട്ട് കൺസിഡർ ചെയ്യാമോ? ഇത് മനസ്സിലായോ? മിഷേലിനും അഭിനവിനും തനയ്ക്കും ദിവ്യയ്ക്കും ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? അല്ലെങ്കിൽ ഇനി അടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ അഭിനവേ? മനസ്സിലായി. ഓക്കെ, ദിവ്യ, സന കേട്ടില്ല? മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ആ കണ്ടീഷൻ അവിടെ കൊടുക്കുകയാണ്. എന്താ കണ്ടീഷൻ കൊടുക്കുന്നത്? സിൻസ് ബി ഈസ് എ പോയിന്റ് very close to A, we can take OB is equal to OA and IB is equal to IA ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ എന്തായി? therefore അപ്പൊ നമുക്ക് ഈ OB നെ മാറ്റി നമുക്ക് എന്ത് കൊടുക്കാം? OA എന്നും കൊടുക്കാം. IB നെ മാറ്റി എന്ത് കൊടുക്കാം? IA എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ therefore ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. therefore refractive index of water with respect to air is equal to OB ക്ക് പകരം OA എന്ന് കൊടുക്കാം, IB ക്ക് പകരം IA എന്ന് കൊടുക്കാം. ഈ OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പടത്തിനകത്ത് ഒന്ന് നോക്കിയേ, അതിന്റെ റിയൽ ഡെപ്ത് അല്ലേ? നോക്കിയേ, OA എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഇല്ലേ, ഇത്രയും. അത് ആക്ച്വലി അതിന്റെ റിയൽ ഡെപ്ത് ആണ് ഇല്ലയോ? IA എന്ന് പറഞ്ഞാലോ? IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പാരന്റ് ഡെപ്ത് ആണ് ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി ഇങ്ങനെ എഴുതാം. നോക്കിയോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? therefore
refractive index of water with respect to air is equal to real depth divided by apparent depth. Apparent depth. ഓക്കെ ആണല്ലോ. നമുക്ക് ഇനിയും ഷിഫ്റ്റ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആ പടത്തിനകത്തോട്ടൊന്ന് നോക്കിയേ. ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും. അപ്പം ഇത്രയും കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തത്തിൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്താൽ പോരെ. റിയൽ ഡെപ്തിൽ നിന്ന് അപ്പാരന്റ് ഡെപ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് കിട്ടും. ശരിയല്ലേ? അപ്പൊ അതും കൂടെ നമുക്ക് ഇവിടോട്ടൊന്ന് മാർക്ക് ചെയ്യാം. നോക്കിക്കോളൂ. ഷിഫ്റ്റ് AI ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്ത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്തിനെ ഇതിന്റെ ടേമിലോട്ട് മാറ്റി എഴുതാം. അപ്പം ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താ? റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്തിനെ ഈ ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാം. എന്താ? റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താ വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ആക്കാം. കാരണം ഒന്നുമില്ല. എന്താ? ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ എന്താക്കി? അപ്പാരന്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു എന്താക്കി? റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു mu WA. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് റിയൽ ഡെപ്ത് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും. ഇവിടെ 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഇനിയും ഈ ഷിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടറുകളുണ്ട്. അതും കൂടെ എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കിയോ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഷിഫ്റ്റ്. ഷിഫ്റ്റ്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഷിഫ്റ്റും കൂടുതലായിരിക്കും. അതായത് അതായത് ഇപ്പോൾ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഷിഫ്റ്റും കൂടുതലായിരിക്കും. വാട്ടറിനെക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. ഇപ്പോൾ വേറെ ഒരു മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ മീഡിയം എടുത്തു കഴിഞ്ഞാൽ വാട്ടറിൽ ഉണ്ടാക്കുന്ന ഷിഫ്റ്റിനെക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇപ്പോൾ ഓയിൽ നോക്കുകയാണെങ്കിൽ വാട്ടറിനെക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. ഓയിലിൽ ഈ സെയിം എക്സ്പെരിമെന്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് വാട്ടറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഷിഫ്റ്റും കൂടുതലായിരിക്കും. ഷിഫ്റ്റ് കൂടുതലായിരിക്കും. അതൊന്ന് മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ തിക്നെസ് ഓഫ് ഡെൻസർ മീഡിയം. അതായത് ആ ഡെൻസർ മീഡിയത്തിന്റെ തിക്നെസ്. അതായത് തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇത്രയും പാർട്ട് ആണെങ്കിൽ അത്രയും തിക്നെസ്, ഇനി കുറച്ചുകൂടെ തിക്നെസ് ഇത്രയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്രയും തിക്നെസ്. അപ്പൊ ആ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ഷിഫ്റ്റും കൂടുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ എഴുതാം. എന്താണ്? മ്യൂ കൂടിയാൽ എന്തും കൂടും? തിക്നെസ്സും കൂടും. അതായത് സോറി, മ്യൂ അല്ലല്ലോ, തിക്നെസ് കൂടിയാൽ എന്തും കൂടും? ഷിഫ്റ്റും കൂടും. ഇനി ഒന്നുകൂടെ ഉണ്ട്, കളർ. മൂന്നാമത്തേത് കളർ. ഓരോ കളർ ലൈറ്റിനും ഓരോ ഷിഫ്റ്റ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ അത് വയലറ്റിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ മീഡിയത്തിൽ വയലറ്റിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ എന്ന് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ എഴുതാം. ആസ് µv ഗ്രേറ്റർ ദാൻ µr. വയലറ്റിനായിരിക്കും, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താണ് റെഡ് ആയതുകൊണ്ട് ഷിഫ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കും. ഷിഫ്റ്റ് ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഷിഫ്റ്റ് ഓഫ് റെഡ് ആയിരിക്കും.
പിന്നെ നിങ്ങളുടെ അതിനകത്ത് ആ വടി കുത്തി വെച്ചിരിക്കുന്ന ഇത് പറഞ്ഞിട്ടുണ്ട്. സെയിം ഈ ഞാനിപ്പോൾ മീൻ വെച്ച് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. അപ്പാരന്റ് ബെൻഡിങ് ഓഫ് എ സ്റ്റിക്ക് അണ്ടർ വാട്ടർ. നമ്മൾ എന്താണ് ഈ മീനിന്റെ ലൈറ്റർ എടുക്കുന്നതിന് പകരം ആ വടി അതേപോലെ തന്നെ വെച്ച് ഈ സെയിം സംഭവം തന്നെ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ എന്താണ് ഈ റിഫ്രാക്ഷന്റെ കുറച്ച് കോൺസിക്വൻസസ് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടാം. അതായത് സ്റ്റാർ ടിങ്കിളിങ് ശരിക്കും ആക്ച്വലി സ്റ്റാർ ഒറ്റ എന്താണ് രീതിയിലാണ് ഇങ്ങനെ എന്താണ് ഇലുമിനേറ്റ് ചെയ്യുന്നത്. ശരിക്കും അത് എന്താണ് ട്വിങ്കിൾ ചെയ്യുന്നില്ല. റിഫ്രാക്ഷൻ കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് അത് ട്വിങ്കിൾ ചെയ്യുന്നത് കൊണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈറ്റ് സ്റ്റാറിൽ നിന്നുള്ള ലൈറ്റ് കടന്നു വരുന്നത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കൂടെ. എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എപ്പോഴും എന്താ കണ്ടീഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് എന്താണ് റയറർ ടു ഡെൻസർ ആവും, അല്ലെങ്കിൽ ഒറ്റ ഡെൻസിറ്റി പോലെ ബിഹേവ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ശരിക്കും സ്റ്റാർ ട്വിങ്കിൾ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ സൂര്യന് ഉദിക്കുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞാലും നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. ഇതും എന്താണ് റിഫ്രാക്ഷന്റെ ഒരു കോൺസിക്വൻസ് ആണ്. അതേപോലെ തന്നെ എന്താണ് പിന്നെ വേറെ എന്താ പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾ, ടാങ്ക് വാട്ടർ ടാങ്ക് അപ്പിയേഴ്സ് ഷാലോ വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ദാൻ ഇറ്റ്സ് ആക്ച്വൽ ഡെപ്ത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആഴം കൂടുതലുള്ള ഭാഗം നമുക്ക് ആഴം കുറവില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അതായത് നിങ്ങൾ പൂളിൽ കാല് വെച്ചിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ കാല് ഇച്ചിരി റേസ് ആയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ കാലിന്റെ ലെങ്ത് കുറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അതെല്ലാം ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷന്റെ ഭാഗമാണ്. അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ആ കോൺസിക്വൻസസ് മാത്രം പറഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് കേട്ടോ. അതൊന്നെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഒരു സെഷനും കൂടെ ഉള്ളൂ, ഒറ്റ ക്ലാസ്സും കൊണ്ട് ഞാനിത് തീർക്കും. അപ്പൊ അത് ഒറ്റ ക്ലാസ്സും കൂടെ ഉള്ളൂ, ഒറ്റ ക്ലാസ്സും കൊണ്ട് നമുക്ക് ഫിസിക്സ് ഈ ചാപ്റ്റർ തീർക്കാം. ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇതിന്റെ അടുത്ത ചാപ്റ്റർ എടുക്കുന്നുണ്ടാവും. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.